നമസ്കാരം. നമ്മുടെ വീഡിയോ എല്ലാവരും കണ്ടില്ലേ? ഇതുവരെയുള്ള വീഡിയോ എന്തായാലും ഫോളോ അപ്പ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെടുന്നവർക്ക് കണ്ടവർക്ക് ഉപകാരപ്പെടും. ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ കാണുക, ഇതിൽ ഇലയാണോ മുളകാണോ കൂടുതൽ എന്നുള്ളത് നിങ്ങൾ പറയും. സംഭവം ഇല തന്നെയാണ് കൂടുതൽ, പക്ഷെ എന്നാലും നമ്മളൊരു ഉപമ പറയണേ. കാരണം കൂടുതൽ നമുക്ക് വിളവെങ്ങനെ കൂട്ടാം, അപ്പോൾ നമ്മൾ വിളവെങ്ങനെ കൂട്ടാമെന്നുള്ള നമ്മുടെ പരീക്ഷണത്തിൽ പല ആൾക്കാരും പല ജൈവവളങ്ങളും എല്ലാം കുറിച്ച് പറയും. ജൈവവളങ്ങൾ ഇട്ടാൽ കൃഷി ഉണ്ടാവില്ല എന്നല്ല, സേവ് ടു ഈറ്റ് നമ്മൾ അത്രയാണ് ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മൾ ഒരുപാട് കാഠിന്യം കൂടിയ കീടനാശിനികൾ ഒഴിവാക്കിയിട്ട് നമ്മൾ കൃഷി ചെയ്യാം. നാശിനികൾ പരമാവധി ഒഴിവാക്കുക. അപ്പോൾ ഞാനിതിന് ഉപയോഗിച്ചുള്ള കീടനാശിനികൾ എന്ന് പറയാൻ പുളിച്ച കഞ്ഞിവെള്ളം, പിന്നെ തൈര്, പാൽക്കായം, ഗോമൂത്രം സൊല്യൂഷൻ, പിന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് വേപ്പെണ്ണ. ഇത്ര മാത്രമേ ഇതുവരെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതിൽ കീടനാശിനികളില്ലേ, നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം. അപ്പോൾ ഞാൻ ചെയ്യണ വളരീതി, ഞാൻ ഇപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ വളരീതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് ഞാൻ വിശദമായിട്ട് വളരീതി പറയുകയാണ്. നമ്മൾ പോട്ടി മിക്സൊക്കെ നിറയ്ക്കുന്ന കാര്യമെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പോട്ട് നട്ട് നമ്മൾ 5 ദിവസം പ്ലാന്റ് പിടിച്ച്, നമ്മളൊരു 10 ദിവസം പ്ലാന്റ് പിടിച്ച് നമ്മൾ കഴിഞ്ഞ് ആദ്യം നമ്മൾ കാൽസ്യം നമ്മൾ മണ്ണിൽ മിക്സ് ചെയ്താലും സ്ലോ റിലീസാണ്. മഗ്നീഷ്യം ഡോളോമേറ്റ് കൊടുത്താൽ മാത്രമാണ് നമുക്ക് കാൽസ്യം പെട്ടെന്ന് കിട്ടുള്ളൂ മണ്ണിൽ നിന്ന്. അല്ലാത്തവർ ചെയ്യേണ്ടത് കാൽസ്യം നൈട്രേറ്റ് എന്ന് പറഞ്ഞ വളം നമുക്ക് മേടിക്കാൻ പറ്റും. ഫോളിയാറായിട്ട് കൊടുക്കണം, വാട്ടർ സോളുബിൾ ഫോളിയാറായിട്ട് കൊടുക്കണം വളം മേടിക്കാൻ കിട്ടും. അത് നമ്മൾ 2 gram per liter വെള്ളത്തിലെടുത്തിട്ട് ആദ്യത്തെ ഇതിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. കാൽസ്യം കൊടുത്ത് നമ്മൾ 2 ദിവസം കഴിഞ്ഞാൽ നമുക്ക് 19 എന്നുള്ള വളം നമ്മളൊരു ഫസ്റ്റ് ഡോസ് നമ്മൾ കൊടുക്കുക. 19 എന്നുള്ള വളം നമ്മൾ കൊടുക്കുന്നത് ഫോളിയാറായിട്ട് കൊടുക്കുക. മണ്ണിൽ കൊടുക്കാതെ ഫോളിയാറായിട്ട് കൊടുത്താലും മതി. 19 നമ്മൾ കണ്ടിന്യൂ ചെയ്തിട്ട് നമ്മൾ ഫ്ലവർ വരുന്ന വരെ നമ്മൾ കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ NPK മൂലകങ്ങൾ ബാലൻസ് ആയിട്ട് കിട്ടും. ഒപ്പം നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കണം. ഒപ്പം നമ്മൾ എല്ലാ ദിവസവും മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കണ്ട. മാസത്തിൽ ഒരു തവണ, അല്ലെങ്കിൽ 20 ദിവസം കൂടുമ്പോൾ, അല്ലെങ്കിൽ 10 ദിവസം കൂടുമ്പോൾ. വിളവായി കഴിഞ്ഞാൽ നമ്മൾ 10 ദിവസം കൂടുമ്പോൾ മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ 20 ദിവസത്തിൽ മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ മാത്രം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ, മൈക്രോ ന്യൂട്രിയൻസിൽ ഓൾറെഡി കാൽസ്യം ഉണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് കാൽസ്യം കൊടുക്കണ്ട. തക്കാളി, മുളക്, വഴുതന വിളകൾക്കാണ് വീണ്ടും സെപ്പറേറ്റ് കാൽസ്യം നമ്മൾ കയറ്റി കൊടുക്കേണ്ടത്. അത് വിളവ് സമയത്ത്, വിളവ് എടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ മൈക്രോ ന്യൂട്രിയൻസോട് കൂടിയിട്ട്, വിളവെടുക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ പൊട്ടാഷ്യം, സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്യം, മൈക്രോ ന്യൂട്രിയൻസും കൂടി നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും. കായകൾ നല്ല മുഴുപ്പും നല്ലതും കിട്ടാൻ വേണ്ടിയിട്ട്. ഇതില്ലാത്തവർ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഈ വളങ്ങളില്ലാത്ത ആൾക്കാർ ചെയ്യേണ്ട വളം, ഇതുവരെ നമ്മൾ എത്തുന്ന കൃഷി രീതി എന്ന് പറയുന്നത്, നമ്മൾ ചാണകപ്പൊടി നല്ലതൊക്കെ ഇട്ട് കൊടുത്ത് ഗ്രോ ബാഗ് നിറച്ച് നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട, നമ്മളിടയ്ക്ക് സ്ലറികൾ, അതായത് കടലപ്പിണ്ണാക്ക് സ്ലറി. ഇപ്പോൾ നിങ്ങൾ നോക്ക്, എൻ്റെ മുളക് നോക്ക്, ഇത്ര അധികം മുളക് ഉണ്ടായി കാണുന്നത്. ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയാനുള്ളൂ. ഞാനൊരിക്കലും നിങ്ങളിൽ നിന്ന് ഒരു കാര്യങ്ങളും ഒളിച്ചു വെക്കില്ല. അപ്പോൾ നിങ്ങൾക്കിത് കൃഷി ചെയ്യാൻ പറ്റുമെങ്കിൽ കൃഷി ചെയ്യാം. അപ്പോൾ അങ്ങനെ 6 ഇഞ്ച് പോട്ടിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതിലപ്പുറം ഞാൻ ഇത് പോട്ട് മാറ്റിയിട്ടില്ല. എന്നിട്ട് പോലും എനിക്ക് കിട്ടുന്ന വിളവ് കണ്ട. അപ്പോൾ സ്ലറികൾ കൊടുത്തതിന്, സ്ലറികൾ ആഴ്ചയിലൊരിക്കൽ കൊടുക്കുക, അല്ലെങ്കിൽ 5 ദിവസം കൂടുമ്പോൾ കൊടുക്കുക. അങ്ങനെ കൊടുത്ത് ഫ്ലവറിങ് സ്റ്റേജിൽ നമ്മൾ ഒരു പിടി ചാണകം, ഒരു പിടി ചാരം, 1 ലിറ്റർ കഞ്ഞിവെള്ളത്തിൽ കലക്കിയിട്ട് അത് 2 ലിറ്റർ ആക്കുക. എന്നിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് എല്ലാത്തിനും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നന്നായി ഇതാവും. പിന്നെ ചാരം, മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് അതും നിങ്ങൾക്ക് ഇതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. വൈകുന്നേരങ്ങളിൽ സ്പ്രേ ചെയ്യുക. അങ്ങനെ ചെയ്താലും ഇങ്ങനെ വിളവ് കിട്ടും. പക്ഷെ നമുക്കിത് വിളവ് കിട്ടാൻ കാരണം നമ്മൾ 13-45 എന്നുള്ള വളം നമ്മൾ കൊടുക്കുന്നുണ്ട്. 12-61 മോണോമോണിയം ഫോസ്ഫേറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള വളങ്ങൾ നമ്മൾ NPK വളങ്ങൾ ഞാൻ ഫോളിയാറായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോട്ടിൽ ജൈവവളം കൊടുക്കുകയാണെങ്കിൽ മേലെ ഫോളിയാറായിട്ട് നമ്മൾ ചെയ്ത് കൊടുത്താൽ നമ്മൾ മണ്ണിനും ദോഷമില്ല, ചെടിക്കും ദോഷമില്ല, കായകൾ കിട്ടണ ചെടികളിൽ നല്ല കായ്ഫലം ഉണ്ടാവും. ഇതൊക്കെയാണ് സത്യസന്ധമായിട്ടുള്ള കൃഷി രീതി. ഇത് പല ആൾക്കാരൊന്നും പല ഇതിലൊന്നും പറയുന്നില്ല. വെറും ജൈവം എന്ന് പറഞ്ഞിട്ട് നമ്മളിത് കാണുമ്പോൾ ജൈവമെന്ന് വിചാരിക്കും. പക്ഷേ ജൈവം മാത്രമല്ല എല്ലാവരും ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് എല്ലാവരും മനസ്സിലാക്കുക. നിറഞ്ഞ് വിളവ് കിട്ടണമെങ്കിൽ നമ്മൾ ചെറുതായിട്ട് നമ്മൾ രാസവളങ്ങൾ, അത് സമ്മിശ്ര രീതിയിൽ കൃഷി ചെയ്യുക. രണ്ടും കൂടി നമ്മൾ ഇതായിട്ട് സേവ് ടു ഈറ്റ്, അതായത് നമ്മൾ കീടനാശിനികളില്ലാതെ നമ്മൾ കൃഷി ചെയ്യുക. അത്രമാത്രം നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ നോക്ക്,
അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ശരി എന്നാൽ.